ആരും അറിയില്ലെന്ന് കരുതി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പ്രപഞ്ചത്തിൽ എവിടെയോ രേഖപ്പെടുത്തുന്നുണ്ട്. പ്രപഞ്ചം കൃത്യമായി അതിന് മറുപടിയും നൽകും. നമസ്കാരം, KKG ഇഫക്റ്റിന്റെ 198 എപ്പിസോഡിലേക്ക് സ്വാഗതം. വിതയ്ക്കുന്നതേ കൊയ്യൂ. പണ്ടൊരു ഗ്രാമത്തിൽ നടന്ന കഥയാണ്. ആ ഗ്രാമത്തിന്റെ ഹൃദയഭാഗത്ത് ഗോവിന്ദ് ഒരു പലചരക്ക് കട നടത്തിയിരുന്നു. തലമുറകളായി ഗ്രാമവാസികൾ ആശ്രയിക്കുന്ന വലിയൊരു കട. അതേ ഗ്രാമത്തിൽ രാമു എന്നൊരു പാവം കർഷകൻ താമസിച്ചിരുന്നു. രാമുവിന്റെ പക്കൽ 2 പശുക്കളുണ്ട്. രാമുവിന്റെ ഭാര്യ ഉണ്ടാക്കുന്ന വെണ്ണ ഗ്രാമത്തിൽ വളരെ പ്രസിദ്ധമാണ്. എല്ലാ ദിവസവും രാവിലെ രാമു 1 കിലോ ഫ്രഷ് വെണ്ണയുമായി ഗോവിന്ദിന്റെ കടയിലെത്തും. പകരം ഗോവിന്ദ് രാമുവിന് 1 കിലോ ഗോതമ്പ് നൽകും. യാതൊരു പരാതിയുമില്ലാതെ 5 വർഷം ഈ കൈമാറ്റം തുടർന്നു പോന്നു. എന്നാൽ ഒരു ദിവസം പെട്ടെന്ന് ഗോവിന്ദിന് ഒരു സംശയം തോന്നി. ഈ രാമു തരുന്ന വെണ്ണയ്ക്ക് കൃത്യം 1 കിലോ തൂക്കമുണ്ടോ? അയാൾ തന്റെ തുലാസെടുത്ത് വെണ്ണ തൂക്കി നോക്കി. അത്ഭുതം! വെണ്ണ വെറും 900 ഗ്രാം മാത്രം. ഗോവിന്ദ് ദേഷ്യം കൊണ്ട് വിറച്ചു. ഈ കർഷകൻ എന്നെ ഇത്രയും കാലം പറ്റിക്കുകയായിരുന്നോ? അയാൾ ഉടനെ ഗ്രാമപഞ്ചായത്തിനെ സമീപിച്ചു. ഗ്രാമവാസികളെല്ലാം ഒത്തുകൂടി. സർപഞ്ച് രാമുവിനെ വിളിപ്പിച്ചിട്ട് ഗൗരവത്തിൽ ചോദിച്ചു, രാമു, ഈ വ്യാപാരി പറയുന്നത് നീ കൊടുത്ത വെണ്ണ അളവിൽ കുറവായിരുന്നു എന്നാണ്. എന്താണ് നിനക്ക് പറയാനുള്ളത്? രാമു വിനയത്തോടെ പറഞ്ഞു, യജമാനനെ, വലിയ വിദ്യാഭ്യാസമില്ലാത്ത ഒരു പാവം കർഷകനാണ് ഞാൻ. എൻ്റെ കയ്യിൽ കൃത്യമായ തൂക്കക്കട്ടികളൊന്നുമില്ല. സർപഞ്ച് അമ്പരന്നു. തൂക്കക്കട്ടി ഇല്ലാതെ നീ എങ്ങനെയാണ് 1 കിലോ വെണ്ണ അളക്കുന്നത്? രാമു ആ രഹസ്യം വെളിപ്പെടുത്തി. അത് വളരെ ലളിതമാണ്. എല്ലാ ദിവസവും ഗോവിന്ദ് മുതലാളി എനിക്ക് അളന്നു തരുന്ന 1 കിലോ ഗോതമ്പുണ്ടല്ലോ, അത് ഞാൻ തുലാസിന്റെ ഒരു തട്ടിൽ വയ്ക്കും. അതിന് തുല്യമായ വെണ്ണയാണ് ഞാൻ അളന്നു കൊടുക്കാറുള്ളത്. കഴിഞ്ഞ 5 വർഷമായി ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. സദസ്സിൽ വലിയൊരു നിശബ്ദത പടർന്നു. ഗോവിന്ദിന്റെ മുഖം വിളറി. മറ്റുള്ളവരെ പറ്റിക്കാൻ സാധനങ്ങളുടെ അളവ് കുറച്ച് നൽകിയപ്പോൾ തനിക്ക് ലഭിച്ച വെണ്ണയുടെ അളവും കുറഞ്ഞു പോയത് ഗോവിന്ദ് അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു. ഗോവിന്ദനോട് കച്ചവടം നിർത്തി ഗ്രാമം വിട്ടുപോകാൻ ഗ്രാമസഭ നിർദ്ദേശിച്ചു. സുഹൃത്തുക്കളെ, ഇതാണ് കർമ്മഫലം. നമ്മൾ ലോകത്തിന് എന്ത് നൽകുന്നുവോ അത് കൃത്യമായ അളവിൽ തന്നെ പ്രപഞ്ചം നമുക്ക് മടക്കി നൽകും. ഗോവിന്ദ് രാമുവിനെ പറ്റിക്കാൻ ശ്രമിച്ചപ്പോൾ സത്യത്തിൽ അയാൾ സ്വയം പറ്റിക്കപ്പെടുകയായിരുന്നു. നമ്മുടെ സത്യസന്ധത മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, മറിച്ച് നമുക്ക് വേണ്ടി തന്നെയാണ് നാം കാത്തു സൂക്ഷിക്കേണ്ടത്. നമ്മുടെ ഓരോ പ്രവൃത്തിയും ഭാവിയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഫലത്തിന്റെ വിത്തുകളാണ്. അത് സത്യസന്ധതയുടെ വിത്താണെങ്കിൽ നന്മ വിളയും. ചതിയുടെ വിത്താണെങ്കിൽ വലിയ നഷ്ടങ്ങൾ വരുത്തിവെക്കും. അതുകൊണ്ട് അളവ് തൂക്കങ്ങളിൽ മാത്രമല്ല, ജീവിതത്തിന്റെ എല്ലാ തുറകളിലും നമുക്ക് സത്യസന്ധരാകാൻ ശ്രമിക്കാം. ബൈ ഫ്രം KKG.